shit. ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് 2020 നടന്ന ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസിഡൻറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നതും ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്രദവുമായ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ അപ്പോൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ആ ഒരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് നടക്കുന്ന സ്ഥലം തൃശ്ശൂർ ടു പാലക്കാട് റോഡാണ്. കുതിരാനിയുടെ അടുത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഒരു 3 വണ്ടി, ഫ്രണ്ടിലോ ബലനോ, ഒരു ഷിഫ്റ്റ്, പിന്നെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇയോണിലാണ്. ഈ 3 വണ്ടികളും ഞങ്ങളൊരു 80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ NH പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു NH 3 വരി പാതയാണ്. ഇതിൽ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ബസ് നിർത്തിയിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. അതിപ്പോൾ ആരോ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾ നിർത്തിയാണ് എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഈ 3 വണ്ടിക്കാരും സെൻട്രൽ റോഡിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലെ ബലനോ റൈറ്റിലേക്ക് ഓടിച്ച് കയറിപ്പോയി. തൊട്ട് മുമ്പിലുള്ള വണ്ടിയും റൈറ്റിലേക്ക് ഓടിച്ച് കയറിപ്പോയി. ഞാൻ റൈറ്റിലേക്ക് ഓടിച്ച് കയറിപ്പോകാനായിട്ട് ശ്രമിച്ചപ്പം സൈഡിലൂടെ ഒരു ലോറി വന്നായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സഡൻലി എനിക്ക് തോന്നിയത് ബ്രേക്ക് ചവിട്ടി നിർത്താം എന്നാണ് തോന്നിയത്. ഞാൻ സഡൻലി ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്ക് അമർത്തി പിടിച്ചു. വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് കുറേ ദൂരം പോയി ആ കാറിൻ്റെ ബാക്കിൽ കൊണ്ട് ഇടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇടിച്ച് നമ്മുടെ വണ്ടിക്കും കുറച്ച് മെയിൻ്റനൻസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പുറത്തെ വണ്ടിക്കും ഇടിച്ച് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അതിന് ശേഷം പോലീസുകാർ വന്നു, ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്തിട്ട് പോയി. കുറച്ച് ദിവസം ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിന് എനിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരിക്കാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൽ എനിക്ക് അപ്പോൾ ഒരു കാര്യം അറിയില്ലായിരുന്നു, ഈ ബ്രേക്ക് എടുത്ത് ചവിട്ടണമായിരുന്നു. അപ്പോൾ ഒരു 2-3 ട്രിപ്പ് എടുത്ത് ചവിട്ടുകയാണെങ്കിൽ ആ വണ്ടിയിൽ ഇടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വണ്ടി നിന്നിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ഈ ലോങ് പ്രസ് ചെയ്ത് ആ വണ്ടി കൊണ്ട് ഇടിച്ചാണ് നിർത്തിയത്. ഇപ്പോഴത്തെ മോഡൽ ABS സിസ്റ്റം എല്ലാം ഒരു സെക്കൻഡിൽ തന്നെ ലക്ഷക്കണക്കിന് തവണ ഇത് ABS ഈ ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിൽ ഇങ്ങനെ വിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതും ഇതിനെക്കുറിച്ച് യൂട്യൂബിലും കാര്യങ്ങളെല്ലാം തിരഞ്ഞ് എനിക്ക് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സേഫ് ഡ്രൈവ്, വെൽ ഡ്രൈവ്.